ഹായ് എവ്രി വൺ. അപ്പോൾ ഡേ 1 ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ടായിട്ടുണ്ട് ഒഫീഷ്യലി. എന്താണ് പറയുക, ഒറ്റ വാക്കിൽ എന്ത് പറയാം, കൊള്ളാം. കണ്ടസ്റ്റൻസ് ഒക്കെ കൊള്ളാം, ഭയങ്കര എനർജറ്റിക് ആണ്. ഓൾമോസ്റ്റ് എവ്രി വൺ ഹാവ് ഒരു ഒരു എനർജി ഉണ്ട്. ഫസ്റ്റത്തെ ഡേ ആയത് കൊണ്ടാണോ എന്നറിയില്ല, ബട്ട് എവരി കോണ്ടസ്റ്റൻസ് ആർ എനർജറ്റിക്. മോസ്റ്റ്ലി എല്ലാവരും ആക്റ്റീവ് ആവാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നിയത് ഇതൊരു ഡേ 1 ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയേണ്ട ഒരു ടൈം, ലൈക്ക് അവരുടെ ഇഷ്ടങ്ങളും ഡിസ്ലൈക്സ് ഒക്കെ അറിയേണ്ട ടൈമിൽ ചുമ്മാ കയറിയിട്ട് അനാവശ്യമായിട്ട് അടി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയ ഒരു ഫീൽ എനിക്കുണ്ടായി. ഇപ്പോൾ മോർണിംഗ് ഫസ്റ്റ് ഇന്നലത്തെ ഡേ 0 തന്നെ ഒരു ആം ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 3 പേർക്ക്, ബേസ്ഡ് ഓൺ ദ ടാസ്ക് വിന്നിങ്ങിൽ അനുസരിച്ചിട്ട്. സോ അതായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്തു. ലൈക്ക് ആ ആം ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ട്, ലൈക്ക് ദേ വിൽ ബി ഗെറ്റിംഗ് ദെയർ ഡ്രസ്സേഴ്സ്, ദെയർ ആക്സസറീസ് ആൻഡ് ഓൾ. സോ അത് അങ്ങനെയാണ് തുടങ്ങിയത് ഇനീഷ്യലി. പിന്നെ മോർണിംഗ് ഡാൻസ് ഗ്രൂപ്പായിട്ട് ഡാൻസ് ചെയ്ത്, ഭയങ്കര വലിയ ഡാൻസേഴ്സ് ഒന്നും ആരായിട്ട് എനിക്ക് കണ്ടൊന്നുമില്ല. ലൈക്ക് നമ്മൾ പ്രീവിയസ് സീസൺസിലൊക്കെ റംസാനെ പോലത്തെ കുറെ ആൾക്കാർ, അതിനൊന്നും കണ്ടിട്ടില്ല. ഇനിയും സമയമുണ്ടല്ലോ, സോ വി വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ക്യാപ്റ്റൻ ടാസ്ക് ഉണ്ടായിരുന്നു. അനീഷാണ് ഫസ്റ്റ് ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റൻ. അത് കൊള്ളാം. മറ്റേ സോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് അവരുടെ എന്താണ് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് അവസാനം ബിഗ് ബോസിന്റെ വഴി ഒരു ചെറിയൊരു പണി. സോ അത് ഫസ്റ്റ് അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ 7 വീട്ടിലെ. അത് കഴിഞ്ഞ് പിന്നെ നോമിനേഷൻ വന്നു. നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഒന്ന് ശൈത്യ, പിന്നെ സെക്കൻഡ് മുൻഷി രഞ്ജിത്ത്, പിന്നെ രേണു സുധി. ഓൾമോസ്റ്റ് 80% ഓഫ് ദ കണ്ടസ്റ്റൻസ് എല്ലാവരും നോമിനേറ്റഡ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റത്തെ നോമിനേഷനിൽ. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് ടു ഏർലി ഫോർ ദി നോമിനേഷൻ. കാരണം നമ്മളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഡേ 1. അപ്പോൾ നോമിനേഷൻ പ്രക്രിയ കുറച്ചും കൂടി ശരിക്കും ഒരു 8 days 7 days കഴിഞ്ഞ് വെക്കണമായിരുന്നു ഫസ്റ്റത്തെ നോമിനേഷൻ. ഇത് ജസ്റ്റ് ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഫസ്റ്റത്തെ നോമിനേഷനിൽ തന്നെ ഡിസേർവിങ് ആയിട്ടുള്ള നല്ലൊരു ഗുഡ് കോണ്ടസ്റ്റനെ ചിലപ്പോൾ നഷ്ടപ്പെടാം. ഐ തിങ്ക് ഇറ്റ്സ് ടു ഏർലി ഫോർ എ നോമിനേഷൻ. അതിനേതായിട്ട് ടൈം കൊടുക്കണം. ഡേ 1 നമ്മൾക്ക് ഒരൊറ്റ ആളും ഒറ്റ ദിവസം കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താന്ന് പറയാ, ആദ്യം ആ ആം ബാച്ചിന്റെ സമയത്ത് തന്നെ അനീഷും പിന്നെ ഷാനവാസും തമ്മിലൊരു ചെറിയൊരു ഡിബേറ്റും ചെറിയൊരു ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ലാസ്റ്റ് വന്നെത്തിയത് ഒരു തലവേദനയിലെത്തി. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് രേണു സുധി ആൻഡ് അഭിലാഷ്. അത് കണ്ടിന്യൂ ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും ഒരു ചെറിയൊരു തലവേദന വന്നൊരു ഫീലാണ് കിട്ടിയത്. അൺവാണ്ടഡ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഫീല്. ജസ്റ്റ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. എന്താ പറയുക, ഭയങ്കര എല്ലാവരും അവരുടെ പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ക്ലാഷ് പോലെയാണ് ആ തലവേദന സ്റ്റണ്ട് എനിക്ക് തോന്നിയത്. പിന്നെ ആക്ച്വലി നമ്മൾ ഓഡിയൻസ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു സീസൺ 7 മെയിനായിട്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, ഇപ്പോൾ അനീഷിൻ്റെ ഒക്കെ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോർമലി എല്ലാ സീസണിലും കണ്ടിട്ടുള്ളതാണ്. റൈറ്റ് റിയൽ പീപ്പിൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഡേ 1 ഒരൊറ്റ ആളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ജസ്റ്റ് ഗീവ് ദ ടൈം. അവരെ നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ്, അതിലെന്താ പറയുക, നല്ല കളികൾ കാണാം, അവരുടെ മൂവ്മെൻറ്റ് കാണാം, എന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റത്തെ ഡേയിൽ തന്നെ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും നിൽക്കരുത്. ബിക്കോസ് വി മേ ലൂസ് ദ ബെസ്റ്റ് കോണ്ടസ്റ്റൻസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് അവർ മിസ് ജഡ്ജ്മെൻറ്റ്. സോ അനീഷിൻ്റെ ഒരുപാട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും ആവശ്യമില്ലാണ്ട് ചുമ്മാ ആർഗ്യൂ ചെയ്യുന്നതും ദാറ്റ്സ് ക്വൈറ്റ് എന്താ പറയുക അൺവാണ്ടഡ് ആയിട്ട് തോന്നി. അതൊന്നും ഇനി വർക്ക് ആവില്ല. 6 സീസൺ നമ്മൾ കണ്ടതാണ്. ഇനിയും സെയിം സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെയും അതിലോട്ടാണ് പോകണമെങ്കിൽ അഗെയിൻ ബിഗ് ബോസ് സീസൺ 7 റിപ്പീറ്റഡ് ആയിരിക്കും, ലൈക്ക് 5-4-3 പോലെ. സോ പഴയ സ്ട്രാറ്റജിയൊക്കെ ഇനി യൂസ് ചെയ്യാൻ നോക്കുന്നവരെ നമ്മൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് അതിൽ വീഴാൻ നിൽക്കരുത്. സോ ബേസിക്കലി ഡേ 1 എല്ലാവരും അവരുടെ ആക്റ്റീവ് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്.
I just felt like few people like രണ്ട് പീപ്പിൾ വൺ കോണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്ന, അതായത് എന്തായിരുന്നു പേര്, എന്തായിരുന്നു അവരുടെ പേരെന്തായിരുന്നു, ആദില ആൻഡ് നൂറ. അവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയി പോലെ തോന്നി. രണ്ടാൾക്കാർ ഒരു കോണ്ടസ്റ്റൻറ്റ്, ദേ ക്യാൻ റിയലി മേക്ക് എ ബിഗ് ഇമ്പാക്റ്റ്, ബട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് ശാരിക, കലാഭവൻ ശാരികല്ല, മറ്റേ ശാരിക, ഷീസ് ഓൾസോ സൈലൻറ്റ്. പിന്നെ ജിസേൽ, അവൾ സൈലൻ്റ് ആണ്. അങ്ങനെ ഒരു 5-6 പേര് ഭയങ്കര സൈലൻ്റ് ആയി തോന്നി 19 പേരിൽ. ബാക്കി എല്ലാവരും അവരുടേതായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ റേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരെ ആക്റ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. അനുമോളായി കഴിഞ്ഞാലും, പിന്നെ അക്ബർ ഖാൻ ആയി കഴിഞ്ഞാലും, അപ്പാനി ശരത്ത്, ഷാനവാസ്, എല്ലാവരും നൈസായി പോകുന്നുണ്ട്. ബട്ട് ആ ഒരു ഹെഡ് ഏക്കിൻ്റെ ഒരു ഫൈറ്റ് വാസ് റിയലി അൺനെസസറി. ഇറ്റ്സ് ജസ്റ്റ് ഡേ 1, ഇനിയും ഉണ്ട് 99 ഡേയ്സ് ടു ഗോ. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ഒരുപാട് കാര്യങ്ങൾ എക്സൈറ്റഡ് ആണ്. സോ ഡേ 2-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നെവർ ജഡ്ജ് ഓൺ ഒറ്റ ഇൻസിഡൻറ്റോ ഒരു ഡേയിൽ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. സോ ജസ്റ്റ് ഗീവ് സം ടൈം. ഇപ്പോൾ നോമിനേഷൻ വന്ന ആൾക്കാർക്കും ഇനിയും ടൈം കൊടുക്കുക, അവരെന്താ ചെയ്യുന്നത് കാണാം. വളരെ സേഫ് പ്ലേ, സൈലൻ്റായി ഇരിക്കുന്നവരെ ആദ്യം തന്നെ എലിമിനേഷനിൽ നിന്ന് നോമിനേഷൻ ഉണ്ടെങ്കിൽ അവരെ തന്നെ ആദ്യം എലിമിനേറ്റ് ചെയ്യുക, അല്ലാണ്ട് നല്ല പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാണ്ടിരിക്കുക. എനിവേ, ലെറ്റ്സ് എൻജോയ് ബിഗ് ബോസ് സീസൺ 7.